ഈ ജാസ്മിൻ എന്ന് പറയുന്ന വ്യക്തിക്ക് നാണമുണ്ടോ ഉളുപ്പുണ്ടോ എന്നാണ് എനിക്ക് ചോദിക്കാനായിട്ട് തോന്നുന്നത്. രാത്രി ലൈവില് ഗബ്രിയുടെയും ജാസ്മിന്റെയും പതിവ് നാടകങ്ങൾ ഉണ്ടായിരുന്നു. ഇന്ന് ഗെയിം കഴിഞ്ഞ സമയത്ത്, ഗെയിം മീൻസ് ടാസ്ക് കഴിഞ്ഞ സമയത്ത് രണ്ടുപേരും മുടക്കിയതാണ്. ആ പിണക്കം തീർക്കാൻ വേണ്ടിയിട്ട് ഗബ്രിയുടെ അടുത്ത് വന്നിരിക്കുന്ന ജാസ്മിനെയാണ് നമുക്ക് കാണാനായിട്ട് സാധിച്ചത്. അവിടെ ഗബ്രിയാണെന്നുണ്ടെങ്കിൽ പിണക്കത്തിലാണ്, മിണ്ടുന്നില്ല, മൈൻഡ് ചെയ്യുന്നില്ല, ഫുഡ് കഴിക്കുന്നില്ല, ഭയങ്കര മൂഡ് ഓഫ് ആയിട്ട് അവിടെ വന്ന് കിടക്കുന്നു. ജാസ്മിൻ പിണക്കം തീർക്കാൻ വേണ്ടിയിട്ട് ഗബ്രിയുടെ അടുത്തേക്ക് എത്തുന്നു. ഗബ്രി മിണ്ടുന്നില്ല, മുഖത്ത് പോലും നോക്കുന്നില്ല, ഒക്കെ ആയിട്ട് ജാസ്മിൻ അവിടെ ഇരുന്ന് കെഞ്ചുന്നുണ്ട്. ഒന്ന് എന്റെ മുഖത്ത് നോക്കടാ, നീ എൻ്റെ അടുത്ത് മിണ്ടടാ, ഞാനിവിടെ വന്നിരുന്ന് നിന്റെ അടുത്ത് സംസാരിക്കുന്നില്ലേ, എന്റെ വ്യക്തിത്വം പോലും കളഞ്ഞിട്ടാണ് ഞാൻ നിന്റെ അടുത്ത് വന്നിരുന്ന് സംസാരിക്കുന്നത്, നിന്റെ അടുത്ത് വന്ന് മിണ്ടുന്നില്ലേ, ഓരോ തവണയും നീ എൻ്റെ അടുത്ത് വന്ന് മിണ്ടുമെന്ന് വിചാരിച്ചിട്ട് നീ എൻ്റെ അടുത്തേക്ക് വരുന്നില്ല, ഇപ്പൊ നിന്റെ അടുത്തേക്ക് ഞാൻ വന്ന് സംസാരിക്കുന്നത് എനിക്ക് നിന്നോട് മിണ്ടാതിരിക്കാൻ പറ്റുന്നില്ല എന്നുള്ളത് കൊണ്ടാണ്. എത്ര തവണയാണ് നിന്റെ അടുത്തേക്ക് വന്നത്, നീ എല്ലാവരുടെ അടുത്തും കളിക്കുന്നു, ചിരിക്കുന്നു, വർത്തമാനം പറയുന്നു, ഞാൻ അടുത്തേക്ക് വരുമ്പോൾ മാത്രം നീ മാറിപ്പോകുന്നു, എൻ്റെ അടുത്ത് മിണ്ടുന്നില്ല, ചിരിക്കുന്നില്ല, മൈൻഡ് ചെയ്യുന്നില്ല, ദേഷ്യപ്പെടുന്നു. അപ്പൊ എന്താണ് ഒരു ടാസ്കിനിടയിൽ സംഭവിച്ചതിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ കാര്യമല്ലേ, അതെനിക്ക് എന്താ പറഞ്ഞതെന്ന് കൂടി എനിക്ക് ഓർമ്മയില്ല. എൻ്റെ പൊന്നോ, ഇതൊക്കെ പറഞ്ഞുകൊണ്ട് എണ്ണിപ്പെറുക്കി കരയുന്ന ജാസ്മിനെ നമുക്ക് കാണാനായിട്ട് സാധിച്ചു. ജാസ്മിന്റെ കരച്ചിൽ നാടകം കഴിഞ്ഞ് അവിടെ ഇരുന്ന് ഇതൊക്കെ കഴിഞ്ഞപ്പോൾ ഗബ്രിയുടെ പകുതി വിഷമം മാറി. സത്യത്തിൽ എനിക്കിതൊക്കെ കാണുന്ന സമയത്ത് ഗബ്രി ഒരു സാഡിസ്റ്റ് ആണോ എന്ന് എനിക്ക് തോന്നിപ്പോയി. അല്ല, നിങ്ങൾക്കത് തോന്നിയിട്ടുണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. സത്യത്തിൽ ഈ ജാസ്മിൻ വന്നിരുന്നിട്ട് പലപ്പോഴും ഈ ഗബ്രിയുടെ അടുത്ത് വന്നിരുന്ന് കെഞ്ചുന്നത് കണ്ടിട്ടുണ്ട് ഞാൻ പലപ്പോഴും. എപ്പോഴും അതെ, ഈ ഗബ്രി പിണങ്ങുന്ന സമയത്ത് വന്നിരുന്നിട്ട് ജാസ്മിൻ ഇരുന്ന് കെഞ്ചും, അവൻ മിണ്ടാൻ വേണ്ടിയിട്ടും സ്നേഹത്തോടുകൂടി സംസാരിക്കാൻ വേണ്ടിയിട്ടും പിണക്കം മാറ്റാൻ വേണ്ടിയിട്ടൊക്കെ. അപ്പോൾ അവസാനം ജാസ്മിൻ കരഞ്ഞ് കാല് പിടിക്കുന്ന ഒരു സിറ്റുവേഷനാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇവരുടെ നാടകമോ എന്തുമാവട്ടെ, ഞാൻ ഒരു കാണുന്ന എൻ്റെ ഒരു വ്യൂ പോയിന്റിലാണ് ഞാൻ പറയുന്നത്. ആ സമയത്ത് ഇവിടെ ഗബ്രിയുടെ പകുതി പിണക്കം മാറും. ഇവളിരുന്ന് കരഞ്ഞ് ഭയങ്കര സെന്റിമെന്റ്സ് കാണിച്ചു കഴിഞ്ഞാൽ പകുതി വിഷമം മാറും. അതായത് ഇവള് വന്ന് കാല് പിടിക്കുകയും കരഞ്ഞ് നിലവിളിക്കുകയും ചെയ്തു കഴിഞ്ഞാലാണ് ഇവിടെ ഗബ്രിക്ക് ഇത്തിരി സന്തോഷമാവുന്നത്. അതായത് അവൾ തോറ്റ് തൊപ്പിട്ടു എന്നുള്ള ലെവലിലോ അല്ലെങ്കിൽ അവൾ കരഞ്ഞ് ഇതാവുമ്പോൾ അത് കണ്ടുകൊണ്ട് സന്തോഷിക്കുന്ന ഒരു ഗബ്രിയെ പോലെ എനിക്ക് പലപ്പോഴും ഫീൽ ചെയ്തിട്ടുണ്ട്. ഇവരുടെ റിലേഷൻഷിപ്പ് എന്താണെന്ന് നമുക്കറിയില്ല. ഫ്രണ്ട്സ് ആണോ അതോ ഇവര് തമ്മിൽ അഭിനയിക്കുന്നതാണോ പ്രണയമാണോ എന്താണെന്ന് അറിയില്ല. പക്ഷേ സത്യത്തിൽ ഗബ്രിയുടെ ക്യാരക്ടർ ഇതാണെന്നുണ്ടെങ്കിൽ ഭയങ്കര ഒരു സാഡിസ്റ്റ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. മറ്റുള്ളവരുടെ ദുഃഖം കണ്ടിട്ട് സന്തോഷിക്കുന്ന ഒരു വ്യക്തിയായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അവിടെ ജാസ്മിൻ വന്നിരുന്ന് കരയും വിഷമിക്കും ഇതൊക്കെ ചെയ്ത് എല്ലാതും അവൾ അത്രയും മെന്റലി ഡൗൺ ആയിട്ട് കരഞ്ഞ് വിഷമിച്ച് അവിടെ ഇരിക്കുമ്പോൾ ഗബ്രിക്ക് സന്തോഷവും. ഇങ്ങനെയുള്ളൊരു സീനാണ് മിക്കപ്പോഴും ഇവരുടെ രണ്ടുപേരുടെ ഇടയിൽ, ബിഗ് ബോസിന്റെ ഇടയിൽ നമ്മൾ കാണുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. ഇന്നും പതിവ് പോലെ ജാസ്മിൻ അങ്ങനെയൊക്കെ കാണിച്ചതിന് ശേഷം ഒരു പകുതി പണക്കം മാറി ഗബ്രിയുടെ. മുഴുവനായിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ശരി എന്നൊക്കെ പറഞ്ഞ് ഏകദേശം സോൾവ് ചെയ്തിട്ട് ജാസ്മിൻ അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുന്നുണ്ടായിരുന്നു. അതോ ബിഗ് ബോസിനെ അവരുടെ സീൻ നമുക്കധികം കാണിക്കാഞ്ഞതാണോ എന്നറിയില്ല. എന്തായാലും കണ്ട സമയത്ത് ഇതൊക്കെയാണ് തോന്നിയത്. എൻ്റെ പൊന്നെ, ഒരു രക്ഷയില്ലാത്ത കാര്യങ്ങളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. എത്ര നേരാണ് ഇവരുടെ ഈ കോപ്രായങ്ങൾ ലൈവിൽ കണ്ടുകൊണ്ടിരിക്കുക എന്ന് എനിക്കറിയില്ല. എന്തായാലും ഇവർ രണ്ടുപേരും നാടകങ്ങളാണോ പ്രണയമാണോ ഫ്രണ്ട്ഷിപ്പാണോ എന്നൊന്നും അറിയാത്ത ആ ഒരു ബന്ധം കണ്ടുകൊണ്ടിരിക്കുന്ന നമുക്ക് ലൈവ് കാണുമ്പോൾ നമുക്ക് ഇത്തിരി ദേഷ്യം വരും. പിന്നെ എന്തിനാ വേണ്ടാത്തൊരു കാണുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റിവ്യൂ ചെയ്യാനായിട്ട് കണ്ടല്ലേ തീരൂ എന്നുള്ളതുകൊണ്ട് മാത്രമാണ് ഞാൻ കാണുന്നത്. എന്തായാലും പിണക്കമൊക്കെ അവർ തീർത്തു എന്ന് തോന്നുന്നു, എനിക്ക് തോന്നുന്നു. പിന്നീട് അവിടെ കിടക്കുന്ന സമയത്ത് റൂമിൽ അർജുൻ വന്നിരുന്ന് സംസാരിക്കുമ്പോഴൊന്നും അവിടെ ജാസ്മിൻ ഇല്ല. അപ്പൊ അവർ രണ്ടുപേരും മാറിയിരുന്ന് സംസാരിക്കുന്നുണ്ടായിരിക്കാം. എന്തായാലും അവിടെ നിന്ന് ക്യാമറ ഇവരെ എവിടേക്ക് മാറ്റിയിരുന്നു എന്ന് തോന്നുന്നു, അർജുന്റെ ശ്രീധുവിന്റെ അടുത്തേക്ക്. അതാണെന്ന് തോന്നുന്നു നമുക്ക് അറിയാതിരുന്നത്. അവർക്ക് തന്നെ കണ്ടുമടുത്തതുകൊണ്ടോ അല്ലെങ്കിൽ ഇനിയും കൂടുതൽ കാണിച്ച പ്രേക്ഷകർ ചിലപ്പോൾ അടിച്ച് ഓടിപ്പിച്ചാലോ എന്ന് തോന്നിയിട്ടാണെന്ന് അറിയില്ല. കുറച്ച് ഒരു അരമണിക്കൂറിലധികം നേരം കാണിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ ക്യാമറ മാറ്റിയിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. അവിടുത്തെ നാടകങ്ങൾ ചിലപ്പോൾ കഴിഞ്ഞിട്ടുണ്ടാവില്ലായിരിക്കും.